ഹലോ, ഇത് നിസ്സെ എന്നയാളുടെ വീട്ടിലേക്കുള്ള ഡോറാണെന്നാണ് അന്ന പറഞ്ഞത്. അപ്പം ക്രിസ്മസ് ട്രീ നമ്മൾ അലങ്കരിക്കാൻ പോവാണ്. പിന്നെ ഇതിൽ കാണുന്ന എന്തെങ്കിലും വല്ല പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. ഇത് ഞാൻ അവർക്ക് കൊടുത്തതാണ്, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ കൊടുത്താണ്. ഇത് 2 പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ തുടങ്ങി. ക്രിസ്മസ് ട്രീ ഞാൻ ആദ്യമായിട്ടാണ് ഒരുക്കുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോന്ന് ക്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് വാങ്ങിക്കൊടുത്താണ്. അതും ഇതിൽ പുള്ളിക്കാരി തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ ഫൈനൽ ലുക്ക്. എന്നാലും അവിടെ ചെറിയ മിസ്സിംഗ് എല്ലാം കാണുന്നുണ്ടാവും. പിന്നെ ഉള്ളതാണ് സെൽഫി എടുക്കൽ. ഇതിപ്പോൾ യൂട്യൂബ് ഞാൻ തുടങ്ങിയതോടുകൂടെ എൻ്റെ ഇത് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയതോട് കൂടിയിട്ട് എവിടെ നിന്നൊക്കെ കിട്ടും അവിടെ നിന്നൊക്കെ ഞാൻ സെൽഫി വീഡിയോസ് എടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, കൊള്ളാവുന്നതേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് അന്ന പണ്ട് കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അവർ ഫാമിലി ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് കാനഡയിൽ നിന്ന് വാങ്ങി. ഇതൊരു കനേഡിയൻ, ഇതിൻ്റെ ബാക്കി പേര് എനിക്ക് ഓർമ്മയില്ല. അത് നിങ്ങൾ ഊഹിച്ചോ, എന്താ സാന്താക്ലോസോ എനിക്കറിയില്ല. അവർ കാനഡയിൽ നിന്ന് വാങ്ങിയതായത്. ഇപ്പം കാണിച്ച കുഞ്ഞു സാധനമില്ല മേശപ്പുറത്തുണ്ടായത്, അതൊക്കെ കാനഡയിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇതൊക്കെ അലങ്കരിച്ചതിന് ശേഷം പുള്ളിക്കാരി ഒരു ഫണ്ണുമായിട്ടിരുന്നു. അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ ആടുമ്പോൾ നമ്മൾ ഉള്ളത് സത്യമാണോ നുണയാണോ എന്ന് ഇതിങ്ങനെ കാണിക്കുന്ന പറഞ്ഞേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഉള്ളതാണെന്ന്. പിന്നെ പുള്ളിക്കാരി എന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, അത് പുള്ളിക്കാരുടെ കൈ ചെറുങ്ങനെ ആടുന്നുണ്ട്, കണ്ടോ. പുള്ളിക്കാരുടെ കൈമേൽ പിടിച്ചിട്ട് പുള്ളിക്കാർ എന്ത് പറയുമ്പോൾ അതൊക്കെ യെസ് നോ ആവുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ പിടിച്ച് നോക്കിയപ്പോൾ അതൊന്നും നടക്കുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് അവരുടെ ട്രിക്സാണ്.